മനാഫ് കൂടെ ചേരുന്നുണ്ട് നമ്മളോട് പ്രതികരിക്കാൻ. മനാഫ്, ഏറെ ആശ്വാസം തരുന്ന വാർത്ത തന്നെയാണ് ഷിരൂരിൽ നിന്നും വന്നത്. എന്താണ് ചോദിക്കേണ്ടത് എനിക്ക് പോലും അറിയില്ല. കാരണം മനാഫിന്റെ ആ ഒരു പ്രയത്നം നമ്മൾ തുടക്കം മുതൽ കണ്ടതായിരുന്നു. ഓരോ വാക്കുപോലും അവിടെ അർജുൻ ലോറിക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള ആ ഒരു വാക്ക്, അത് സത്യമാകുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചത്. അതെ അതെ, എന്തായാലും നീണ്ട 71 ദിവസത്തിന് ശേഷം അർജുനെ കിട്ടാൻ കഴിഞ്ഞതിൽ സന്തോഷം. 71 ദിവസത്തിന് ശേഷം അർജുനെ കിട്ടി, അതിലൊരു ആശ്വാസമുണ്ട്. സന്തോഷമില്ല മനസ്സിൽ, ആശ്വാസം എനിക്ക് കിട്ടി. ഇല്ലെങ്കിൽ ഇതിന്റെ അന്ത്യം വരെ, അത് 2 കൊല്ലം ആയാലും 2 കൊല്ലം വരെ പോരാടാൻ തന്നെ അതിന് ഉദ്ദേശം. ഞാനത് പല സ്ഥലത്തും പറഞ്ഞതാണ്. ഹലോ, തീർച്ചയായും പറഞ്ഞോളൂ. ഇന്ന് ലക്ഷോപലക്ഷം കോടാനുകോടി മലയാളികള്, അമ്മമാര്, വീട്ടിലെ എല്ലാ മനുഷ്യരും അർജുനു വേണ്ടിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഇത്രയും കാലം പ്രാർത്ഥിച്ചിരുന്നു. അതിനുള്ള ഒരു എന്താ പറയാ, ദൈവത്തിന്റെ ഒരു സമ്മാനാണിത്. ഇപ്പൊ ഈ നടന്ന ഇത് കേരളത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഇനി ആശ്വസിക്കാം. കാരണം ഇനിയൊരു ദുരന്തം ഉണ്ടാവുമ്പോ അന്യ സംസ്ഥാനങ്ങളിൽ കേരളം ഒറ്റക്കെട്ടായി ആ ആളുകളുടെ കൂടെ ഉണ്ടാവും. ഞാനും എല്ലാരും ഉണ്ടാവും. തീർച്ചയായും അത് തന്നെയാണ്. മനാഫ് ഇപ്പോൾ സ്ഥലത്ത് തന്നെയുണ്ടോ അതോ? അതെ, ഞാനിപ്പോ തൊട്ടടുത്തൊരു ധാബയില് രാവിലെ ചായ കുടിച്ചില്ല, ചോറും വെച്ചില്ലേലും ഇപ്പോഴാണ് എല്ലാം കൂടി കഴിക്കുന്നത്. DNA പരിശോധന ഇല്ലാതെ തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ മനാഫ്? അങ്ങനെ തരാൻ ചാൻസ് കുറവാണ്. ഓരോരോ പ്രൊസീജിയർ കഴിഞ്ഞിട്ടേ തരുള്ളൂ. ഞാൻ ബോഡി കണ്ടതാണ്. അവർക്ക് അതിന്റെ കാര്യത്തിൽ എന്തായാലും ഇനിയും നേതാക്കന്മാരാരെയും വിളിച്ചു പറഞ്ഞിട്ട് എന്തെങ്കിലും സാധിച്ചാലേ ഉള്ളൂ. കുടുംബത്തിന്റെ ആവശ്യപ്രകാരം DNA നടത്തണം എന്നെന്തെങ്കിലും ജിതിനോ ഇല്ല, കുടുംബത്തിന് അങ്ങനത്തെ ഒരു ആവശ്യങ്ങളും ഇല്ല. നമ്മളെ എല്ലാരുടെ ഭാഗത്തുനിന്നും ഒരു ആവശ്യങ്ങളും ഇല്ല. വാഹനം മുഴുവനായും പുറത്തെത്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ? വാഹനത്തിന്റെ കാര്യം എന്തായെന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. ഹലോ, വാഹനം എനിക്ക് ഒരു ആവശ്യമേ അല്ല. ഞാൻ വാഹനം നോക്കണമില്ല. ആ വാഹനം നോക്കേണ്ട കുറെ കേരളത്തിലെ ആളുകളുണ്ട്. അതില് മറ്റു കാര്യങ്ങളും ചന്ദനോ കള്ളക്കടത്തോ എന്തോ ഉണ്ടോ എന്നുള്ളത്. കാരണം ഓരോക്കെ വിചാരിക്കുന്നത് ഒരു മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ സംവിധാനങ്ങളും വാങ്ങി തരും, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ ലോറി ഉടമക്ക് പ്രത്യേകിച്ച് വേറെ പിടിപാടുകളൊന്നുമില്ല. ഇതൊരു മലയാളിയാണ്. ആ ഒരു പ്രയത്നത്തിന് പ്രകൃതി പോലും അതിന് വഴികാട്ടി തന്നു എന്ന് വേണമെങ്കിൽ പറയാം. പ്രകൃതി തന്നെ തീർച്ചയായിട്ടും അത് പൊന്തിക്കുന്ന വരെ നല്ല മഴയായിരുന്നു. പിന്നെ അതിനുശേഷം ഇവിടെ ഇപ്പം മഴയില്ല, ഒന്നുമില്ല, നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഹലോ, നമ്മള് പ്രകൃതിനോട് വരെ ഒരുതിയിട്ടാണ് അർജുനെ കിട്ടിയത്. ഹലോ, അങ്ങനെ ഒരു കാര്യം കൂടെ മനാഫ്, ഇനി ബാക്കിയുള്ള 2 പേർക്കുള്ള തെരച്ചിൽ കൂടെ തുടരുന്നുണ്ട് എന്നാണ് അറിയാൻ തുടരും. ഞാൻ അതിനു വേണ്ടിയിട്ട് അതിന് ഇപ്പൊ 1 മണിക്കൂറായിട്ട് പറഞ്ഞു. എന്റെ ഭയം എന്തായിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ തെരച്ചിലെങ്ങാനും നിന്ന് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ജഗന്നാഥന്റെ വീട്ടിലേക്ക്, ജഗന്നാഥന്റെ ഫാമിലിക്ക് ഒരച്ഛനെ കൊണ്ടുപോയി കൊടുക്കേണ്ടതുണ്ട്. ലോകേഷിന്റെ വീട്ടിലേക്ക് ലോകേഷിനെ എത്തിക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മളിപ്പോ ഈ ഒരു 71 ദിവസം കൊണ്ട് ഇവരൊക്കെ നമ്മളെ ഫാമിലിയാ. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അങ്ങനെ എന്റെ മൈൻഡ് അങ്ങനെ. ഹലോ, ഓരൊക്കെ നമ്മളെ ആൾക്കാരാണ്. ഓർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. തീർച്ചയായിട്ടും ഓർക്കും കൂടി ഒരു കണ്ടെത്തട്ടെ. ഞാന് നിങ്ങള് ഈ ഫോൺ ഇത്ര തിരക്കിന്റെ ഇടയിൽ എടുത്തത് സി ന്യൂസ് ഈ വിഷയത്തിൽ സ്റ്റാർട്ടിങ് മുതലേ നമ്മളെ കൂടെ നിന്നിക്കണ്. നമ്മളെ ന്യൂസ് ഇടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും സി ന്യൂസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടുവന്ന വിഷയമാണ്. ഞാൻ തീർച്ചയായും ആ ഒരു നന്ദി എന്നുള്ള നിലക്കാണ് ഞാൻ ആരോടും ഫോണിൽ ന്യൂസിൽ സംസാരിക്കാൻ പോലും ഒരു പറ്റിയൊരു അവസ്ഥയിലല്ല. എന്നിട്ട് പോലും ഞാൻ ഈ സി ന്യൂസിനോട് ഈ നന്ദി ഞാൻ കാണിക്കേണ്ടതുണ്ട്. കാരണം എന്റെ മാതാപിതാക്കൾ അതാണ് എന്നെ പഠിപ്പിച്ചത്.
വളരെയധികം നന്ദി മനാഫ്. അത് തന്നെയാണ് നമ്മളുടെ ഓരോരുത്തരെയും പ്രയത്നം തന്നെയായിരുന്നു ആ ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ട്. നമ്മൾ മനാഫിന്റെ കാര്യം നമ്മൾ ന്യൂസിലല്ലെങ്കിൽ പോലും ഞങ്ങൾ ഇവിടുന്ന് പറയുകയായിരുന്നു, ആ ഒരു മനുഷ്യൻ എത്രത്തോളം കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ആ ഒരു രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നത് നമ്മൾ കാണുകയായിരുന്നു. അർജുനെ തിരികെ കൊണ്ടുവരാനുള്ള ലക്ഷ്യം അത് പൂർത്തീകരിക്കുക എന്ന ഒറ്റൊരു ദൗത്യം മാത്രമാണ് മനാഫും ചെയ്തത്. ഞാന് ഇന്നെ വളർത്തി വലുതാക്കിയ ഗുണാണത്. ആ ആളുകളെ വരെ പോലും സോഷ്യൽ മീഡിയയിൽ ഇന്നലെ രാത്രി പോലും ഞാൻ കേട്ടിട്ടുള്ളൂ അത്ര മോശമായി പറയണത്. എന്തിനെന്ന് മനസ്സിലാവില്ല. ഈ മലയാളികൾ ചില ആളുകൾ ഇങ്ങനെ എന്താന്നുള്ളത് ഒരു അത്ഭുതമാണ്. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടടുത്ത് ചേരി തിരിഞ്ഞ് കുറ്റം പറയാന് പറ്റിയൊരു സന്ദർഭമല്ലേ ഇനി ഇവർക്ക് ഇതിനെ ഉപയോഗപ്പെടുത്തരുതേനും. അത്ഭുതമുണ്ട്. കാര്യങ്ങള് ഇപ്പോഴെങ്കിലും ഇങ്ങനെ ആയി. ഇനി വരും ദുരന്തങ്ങൾ ഇനിയും വരും. അപ്പോഴൊന്ന് ഒത്തൊരുമിച്ച് നിന്ന് അതിനെതിരെ പ്രതികരിക്കുക, പ്രയത്നിക്കുക. നമ്മളൊക്കെ എന്താ പറയാ, ഓരോ ദുരന്തത്തിന്റെ ടൈമിന് ഒപ്പരം നിൽക്കും. ദുരന്തം കഴിയുമ്പോ ചേരി തിരിഞ്ഞ് കലഹിക്കും. ഇതിന്നൊക്കെ എല്ലാരും മാറി നിൽക്കുക. എനിക്കിതൊക്കെ പറയാനുള്ളൂ. തീർച്ചയായും മനാഫ്, നമുക്ക് ആ കാര്യങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രകൃതി തന്നെയാണ് എല്ലാം, അല്ലെങ്കിൽ പ്രകൃതിയിൽ തന്നെ എല്ലാം വലിഞ്ഞു ചേരുന്നതാണ്. അത് നാളെ ഒരു പാഠമായി തന്നെ വരും തലമുറയ്ക്ക് പോലും വ്യക്തമാകുന്ന ഒരു കാര്യം തന്നെയാണ്. മനാഫ് ഒരു മാതൃകയായ ഒരു വ്യക്തിയായി മാറിക്കൊണ്ടിരുന്നു. ഇനിയുള്ള പ്രയത്നങ്ങൾ പോലും അതിന്റെ ഒരു സാക്ഷ്യം വഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഷിരൂരിൽ നിന്നും നമ്മളും കണ്ടത്. വളരെയധികം നന്ദി.